പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട ചർച്ച എം.എൻ. സ്മാരകത്തിൽ നടത്തിയതിനു ശേഷം ടി.പി. രാമകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇരു നേതാക്കളും പരസ്പരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും പ്രശ്നത്തിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന തരത്തിലൊരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല, സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഇപ്പോഴും ആ ഒരു പ്രശ്നം അങ്ങനെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ചില സൂചനകൾ മാത്രമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് തീരുമാനമൊന്നും ആയിട്ടില്ല, പുറത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ 2 മാസമായി. സാധാരണ ഇടതുമുന്നണിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇത്ര വൈകുന്ന അവസ്ഥയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു യോഗം പോലും ചേരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് LDF മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായത്? ശരിക്കും ഈ നേതാക്കളുടെ വാക്കുകളിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷിഹാസ്, ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPIM-ഉം CPI-യും തമ്മിലുള്ള തർക്കത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് നടന്ന ചർച്ചയിലും ഉണ്ടായിട്ടില്ല. പകരം ടി.പി. രാമകൃഷ്ണൻ വന്ന് CPI നേതാക്കളെ അറിയിച്ച കാര്യം ഉപനേതാവ് പദവി CPIM-ന് അർഹതപ്പെട്ടതാണ്. അത് മുൻപും അങ്ങനെ തന്നെയായിരുന്നു. അത് CPIക്ക് വിട്ടു നൽകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത തരത്തിൽ, ഇപ്പോൾ അത്തരം ബാധിക്കുന്ന തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് CPIM അക്കാര്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കണം എന്ന അഭ്യർത്ഥനയാണ് CPIM നേതൃത്വത്തിന് വേണ്ടി LDF കൺവീനറായ ടി.പി. രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തിനോടും മറ്റ് നേതാക്കളോടും പറഞ്ഞത്. പക്ഷേ CPI മുൻപെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മുന്നണി മര്യാദ അനുസരിച്ച് മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയിൽ CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയേ തീരൂ എന്ന് പുറത്തു പറഞ്ഞ ആ നിലപാട് തന്നെയാണ് ചർച്ചയിൽ ബിനോയ് വിശ്വം ഉന്നയിച്ചത്. ഉദാഹരണമായി UDF സർക്കാർ പ്രതിപക്ഷത്ത് വരുമ്പോൾ, കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വരുമ്പോൾ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് വരുന്നത് കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കിട്ടിയേ തീരൂ എന്ന നിലപാട് ആവർത്തിച്ചു. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു മറുപടി പറയാനാവില്ല എന്ന കാര്യം ടി.പി. രാമകൃഷ്ണൻ പറയുകയും തുടർ ചർച്ചകൾ പിന്നീട് ഇരിക്കാം, ഇത് പാർട്ടിയുമായി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് പിരിയുകയുമാണ് ചെയ്തത്. ഇനിയും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. അവൈലബിളായ ആളുകൾ CPI-യുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിലൊരു ധാരണയിലെത്തും എന്ന് മനസ്സിലാക്കുന്നു. CPI-യുടെ എക്സിക്യൂട്ടീവും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ചയിലുണ്ടായ വിശദാംശങ്ങൾ ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിനെ കൂടി അറിയിക്കും. എന്തായാലും ഒരു തീരുമാനത്തിലേക്ക് അധിക വൈകാതെ എത്തും എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ എന്ത് ഫോർമുല എന്ന കാര്യത്തിൽ ഒന്നും ഇന്നത്തെ യോഗത്തിലും ഉരുത്തിരിഞ്ഞിട്ടില്ല. വാക്കുകളിലൂടെ ചില കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് ഈ LDF യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, നടക്കുന്ന ചർച്ചകൾ ഞങ്ങൾ അങ്ങനെ പുറത്തു പറയാറില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പലതവണ തങ്ങൾക്ക് CPIക്ക് ഈ ഒരു പദവി കിട്ടിയേ തീരൂ എന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലൊരു അതൃപ്തി ടി.പി. രാമകൃഷ്ണൻ്റെ വാക്കുകളിലുണ്ട്. ബിനോയ് വിശ്വം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു LDFിൻ്റെ ഒരു മുന്നണി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം തന്നെ ഉണ്ടാവും. അതായത് LDFിൽ CPI CPM അങ്ങനെ ഒരു വലിയേട്ടൻ മനോഭാവമൊന്നുമില്ല, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. അപ്പോൾ CPIക്ക് ഒരു സ്ഥാനം കിട്ടിയേ തീരൂ എന്നുള്ളൊരു നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ ബിനോയ് വിശ്വവും കൃത്യമായി പ്രതിഫലിപ്പിച്ചു.